നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വ്യവസായ പ്രമുഖനായ ഗൗതം അദാനിക്കെതിരെ അമേരിക്കൻ നീതിന്യായ വകുപ്പ് ചുമത്തിയ കേസുകൾ, ആ കേസിൻ്റെ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയിൽ വാർത്തയായിരുന്നു. അതായത് അദാനിക്ക് ഇനി അമേരിക്കയിൽ കാലുകുത്താൻ കഴിയില്ലെന്നും അമേരിക്കയിലേക്ക് പോയാൽ അദാനിയെ വിലങ്ങുവെച്ച് അകത്തിടുമെന്നുമൊക്കെയുള്ള വ്യാപകമായ പ്രചരണങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയിൽ കൈക്കൂലി കൊടുത്തതിൻ്റെ പേരിലാണ് അമേരിക്ക കേസെടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഇന്ത്യയിൽ കൈക്കൂലി കൊടുത്തതുകൊണ്ട് ഗൗതം അദാനിയും നരേന്ദ്രമോദിയും തമ്മിൽ എന്തൊക്കെയോ വലിയ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ വലിയ പ്രചരണം നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അദാനിക്കെതിരായിട്ടുള്ള കേസ് അമേരിക്ക പിൻവലിച്ചിരിക്കുകയാണ്. അമേരിക്കൻ നീതിന്യായ വകുപ്പ് നൽകിയ പിൻവലിക്കൽ അപേക്ഷ, അതനുസരിച്ച് ഇപ്പോൾ കോടതി അദാനിക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതായത് ഈ കേസിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞാൽ 20 വർഷം കൊണ്ട് ഏതാണ്ട് 17,000 കോടിയോളം രൂപ ലാഭം പ്രതീക്ഷിക്കുന്ന ഇന്ത്യയിലെ സൗരോർജ്ജ പദ്ധതികൾ, ആ സൗരോർജ്ജ പദ്ധതികളുടെ കരാറുകൾ നേടാനായി ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാർക്ക് ഏതാണ്ട് 2,100 കോടിയോളം രൂപ കൈക്കൂലി കൊടുത്തു എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഈ ആരോപണങ്ങൾ ഗൗതം അദാനി നിഷേധിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ നീതിന്യായ വകുപ്പ് ആരോപിച്ചത് ഇതാണ്: 17,000 കോടിയോളം രൂപ ലാഭം പ്രതീക്ഷിക്കുന്ന കമ്പനികളുടെ കരാർ ലഭിക്കാനായി 2,100 കോടി രൂപ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അദാനി കൈക്കൂലി കൊടുത്തു എന്നാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് ആരോപിക്കുന്നത്. ഇങ്ങനെ കൈക്കൂലി കൊടുത്തതുകൊണ്ട് തങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് മറച്ചു വെച്ചുകൊണ്ട് അഴിമതി വിരുദ്ധ നിലപാടുള്ള കമ്പനി എന്ന് പറഞ്ഞ് അമേരിക്കക്കാരിൽ നിന്നും ബോണ്ടുകളിലൂടെ പണം പിരിച്ചു, ബോണ്ടുകളിലൂടെ ഫണ്ട് റൈസ് ചെയ്തു എന്നാണ് അമേരിക്കയുടെ നീതിന്യായ വകുപ്പ് എടുത്തിരുന്ന കേസ്. അതായത് $3 ബില്യൺ ഇത്തരത്തിൽ അമേരിക്കയിൽ നിന്ന് ബോണ്ടുകളിലൂടെ കമ്പനി സമാഹരിച്ചത് എന്നുമാണ് അമേരിക്കൻ കോടതിയിലുണ്ടായിരുന്ന കേസ്. ആ കേസാണ് ഇപ്പോൾ റദ്ദാക്കിയത്. അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഗൗതം അദാനിയുടെ അഭിഭാഷകരുമായി നേരിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കേസ് റദ്ദാക്കിയിരിക്കുന്നത്. കോടതിയിൽ ഇത് സംബന്ധിച്ച ചോദ്യം ഉയർന്നു. അതായത് ഏതാണ്ട് $10 ബില്യൺ നിക്ഷേപം അദാനി ഗ്രൂപ്പ് അമേരിക്കയിൽ നടത്തുമെന്ന വാഗ്ദാനം നേരത്തെ നൽകിയിരുന്നു. ഈ നിക്ഷേപം നടത്തുമെന്ന വാഗ്ദാനം ഈ കേസുകൾ പിൻവലിക്കുന്നതിന് സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അമേരിക്കൻ കോടതി ഉന്നയിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, അത്തരം കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല ഈ കേസ് പിൻവലിച്ചത്. മറിച്ച് ഈ കേസ് പിൻവലിക്കാനുള്ള കാരണം അമേരിക്കയുടെ നീതിന്യായ വകുപ്പ് വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ കേസ് നടന്നിരിക്കുന്നത്, അതായത് ഈ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നതെല്ലാം പൂർണ്ണമായും വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിയമപരിധിയില്ല, അമേരിക്കയ്ക്ക് ഇടപെടാനുള്ള ഒരു നിയമപരിധി അതിന് പുറത്താണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. മാത്രമല്ല തെളിവുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നും കോടതിയെ അമേരിക്കൻ നീതിന്യായ വകുപ്പ് അറിയിക്കുകയായിരുന്നു. ഇത് കാരണങ്ങൾ കൊണ്ടാണ് അദാനിയുമായിട്ടുള്ള ഈ കേസ് തുടരാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് നീതിന്യായ വകുപ്പ് അറിയിച്ചത്. അതേസമയം അദാനിയുടെ അഭിഭാഷകരുമായി, ഈ അമേരിക്കയിലെ പ്രോസിക്യൂട്ടറുമായി ചർച്ച നടത്താതെ അദാനിയുടെ അഭിഭാഷകരുമായി നേരിട്ട് ചർച്ച നടത്തി കാര്യങ്ങൾ സെറ്റിൽ ചെയ്തത് ശരിയായില്ല എന്ന നിരീക്ഷണവും അമേരിക്കൻ കോടതി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ 3 കാരണങ്ങളാണ് അമേരിക്ക നിരത്തുന്നത് എങ്കിൽ പോലും അതല്ല, കൃത്യമായി തന്നെ $10 ബില്യൺ നിക്ഷേപം അത് അമേരിക്കയെ തീർച്ചയായും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് ഈ $10 ബില്യൺ മാത്രമല്ല, അമേരിക്ക ഈ അദാനി ഗ്രൂപ്പിനെ വളരെ വ്യക്തമായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേസിൽ ഈ കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട 2 കേസുകളുണ്ട്. ഒന്ന് ക്രിമിനൽ കേസും സിവിൽ കേസുമുണ്ട്. ഓഹരിയുമായി ബന്ധപ്പെട്ട തിരിമറി അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരുന്നത്. സിവിലായും ക്രിമിനലായും കേസ് എടുത്തിരുന്നു. അതിൽ ക്രിമിനൽ കേസാണ് തള്ളിപ്പോയത്. ഇതിൽ സിവിൽ കേസ് നേരത്തെ തന്നെ സെറ്റിലായിട്ടുണ്ട്. പക്ഷേ സെറ്റിലായതും ഈ ഏതാണ്ട് $18 മില്യൺ പിഴയടച്ചുകൊണ്ടാണ്. ഗൗതം അദാനിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള സാഗർ അദാനിയും $6 മില്യൺ അതുപോലെ തന്നെ $12 മില്യൺ അടക്കം $18 മില്യൺ പിഴ അടച്ചതിന് ശേഷമാണ് ഈ സിവിൽ കേസ് ഇപ്പോൾ ഒത്തുതീർപ്പാക്കിയിരിക്കുന്നത്. അതുകൂടാതെ ഈ അമേരിക്കയുടെ ഉപരോധം ലംഘിച്ചുകൊണ്ട് ഇറാനിയൻ കമ്പനികളിൽ നിന്നും LPG ഇറക്കുമതി ചെയ്തതിൻ്റെ പേരിൽ അമേരിക്കൻ ട്രഷറിക്ക് ഏതാണ്ട് $275 മില്യൺ
ഓളം വരുന്ന തുക അത് അദാനി എൻ്റർപ്രൈസസ് പിഴയായി ഒടുക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ പിൻവലിച്ചിരിക്കുന്നത്. അതായത് $275 മില്യൺ LPG ഇറക്കുമതി ചെയ്തതിന് പിഴ, ഈ പറയുന്ന തട്ടിപ്പ് നടത്തിയതിന് ആ തട്ടിപ്പ് നടത്തിയെന്ന കുറ്റം അത് അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാതെയാണ് ഈ $18 മില്യൺ തുക അടച്ചിരിക്കുന്നത്. അതുകൂടാതെ $10 ബില്യൺ നിക്ഷേപവും അദാനി ഈ അമേരിക്കയിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് ഈ കേസുകൾ പിൻവലിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. സത്യത്തിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് ഭീമനെ അമേരിക്ക വരുതിയിലാക്കിയിരിക്കുന്നു. ഈ കേസ് കാണിച്ച് അമേരിക്ക വലിയ തുക ഈടാക്കിയിരിക്കുന്നു. അതിനുശേഷമാണ് ഈ കേസ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ അദാനിയുടെ പേരിൽ കേസില്ല, അമേരിക്കയിൽ കേസില്ല എന്നുള്ളതാണ്. അമേരിക്കൻ നീതിന്യായ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ കോടതിയുടെയും തീരുമാനത്തെ അദാനി ഗ്രൂപ്പ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അദാനിക്കെതിരെ അമേരിക്കയുടെ ചില ഏജൻസികൾ വൻ ഗൂഢാലോചന നടത്തിയിരുന്നു എന്ന തെളിവുകൾ നേരത്തെ പുറത്തു വന്നിരുന്നതാണ്. ഇത്തരത്തിൽ അദാനി വലിയ തിരിമറികൾ നടത്തിയെന്ന റിപ്പോർട്ടുകളും മറ്റും പ്രസിദ്ധീകരിച്ചുകൊണ്ട് അദാനിയുടെ കമ്പനിയെ ഓഹരി വിപണിയിൽ തകർക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോഴൊക്കെ അദാനിയുടെ കമ്പനികളുടെ ഓഹരി വില ഇടിയുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഇപ്പോൾ വീണ്ടും ഈ അദാനിയുടെ കേസുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ കേസുമായി ബന്ധപ്പെട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ വന്നപ്പോൾ അദാനിയുടെ ഷെയറിനെ അത് ബാധിച്ചിരുന്നു. ഇപ്പോഴിതാ അദാനി പൂർണ്ണമായും അമേരിക്കയിലെ കേസിൽ നിന്ന് കുറ്റവിമുക്തനാവുകയാണ്.